എടാ മക്കളെ വെൽക്കം ബാക്ക്. നമ്മൾ ഇന്നത്തെ വീഡിയോയിലെ ക്വസ്റ്റ്യൻ എക്സസൈസ് 1.21 ആണ്, +2 ഫിസിക്സ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ എന്താണ്, ഇതിൻ്റെ കോൺസെപ്റ്റ് എന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ +2 ഫിസിക്സ് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മക്കളാണ്, നിങ്ങൾ ഷുവർ ഇൻസായിട്ടുള്ള എക്സസൈസ് ക്വസ്റ്റ്യൻസ് ചെയ്യാതെ പോകരുത്, ദയവ് ചെയ്ത് ചെയ്യാതെ പോകരുത്. കാരണം നല്ല മാർക്ക്, ഫുൾ മാർക്ക്, അറ്റ്ലീസ്റ്റ് A+ എങ്കിലും പ്രതീക്ഷിക്കുന്ന ഒരാളാണെങ്കിൽ, കാരണം നല്ല ലെവൽ ക്വസ്റ്റ്യൻസ് വന്നാൽ പോലും വരാറുണ്ട്. ഇൻ കേസ് അത് ഇനിയും നല്ലവണ്ണം വന്നോട്ടെ, നിങ്ങൾ നൈസായിട്ട് നിങ്ങൾ സ്കോർ ചെയ്യണമെങ്കിൽ ഷുവർ എക്സസൈസ് ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ സേഫ് ആണ്. അപ്പോൾ കോൺസെപ്റ്റ് വൈസ് വീഡിയോസ് വേണ്ടിയിട്ട് പ്ലേലിസ്റ്റ് നോക്കാം. പ്രോബ്ലംസ് ആണ് കൂടുതലായിട്ട് ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്നത്. ഡൗട്ട് എന്ത് ടോപ്പിക് വൈസ് എന്താണോ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. അത് പുതിയ വീഡിയോ അണ്ടറിൽ ചെയ്തതിനെ പെട്ടെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും, ഷുവർലി ഹെൽപ്പ് ചെയ്യാനും പറ്റും. എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം. നമുക്ക് ടൈം കളയണ്ട. ക്വസ്റ്റ്യൻ എന്താണോ ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എ യൂണിഫോംലി ചാർജ്ഡ് കണ്ടക്ടിങ് സ്ഫിയർ ഓഫ് 2.4 മീറ്റർ ഡയമീറ്റർ ഹാസ് എ സർഫേസ് ചാർജ് ഡെൻസിറ്റി ഓഫ് 80 മൈക്രോ കൂളോം പെർ മീറ്റർ സ്ക്വയർ. അതിൽ എ പാർട്ട് ഫൈൻഡ് ദ ചാർജ് ഓൺ ദ സ്ഫിയർ ആണ്. അതിൽ ബി പാർട്ട് ഉണ്ട് വാട്ട് ഈസ് ദ ടോട്ടൽ ഇലക്ട്രിക്. ഓർമ്മിച്ചോട്ടെ, ആദ്യം ചാർജ് കണ്ടുപിടിക്കണം, പിന്നെ രണ്ടാമത് ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ലീവിങ് ദ സർഫേസ് ഓഫ് ദ സ്ഫിയർ. നമ്മൾ എ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യാൻ മക്കളെ, രണ്ട് ക്വസ്റ്റ്യൻ. എ പാർട്ട് എന്താണ്, ഡയമീറ്റർ തന്നിട്ടുണ്ടായിരുന്നു നമ്മൾക്ക്, ഓക്കെ, സ്ഫിയർ ആണ്. അപ്പോൾ റേഡിയസ് നമ്മൾ കണ്ടുപിടിക്കാം 1.2, 2.4 ആണ് ഡയമീറ്റർ, അപ്പോൾ റേഡിയസ് 1.2. ഫസ്റ്റ് വേണം തന്നെ ചാർജ് അല്ലേ കണ്ടുപിടിക്കണ്ടേ. അപ്പോൾ അതിൻ്റെ കൂടെ മറ്റൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു അല്ലേ, സർഫേസ് ചാർജ് ഡെൻസിറ്റി തന്നു, ദാറ്റ് ഈസ് സിഗ്മ എന്നാണ് ഡിനോട്ട് ചെയ്യുക. എത്രയാണ് സിഗ്മേൻ്റെ വാല്യൂ ഉണ്ടായിരുന്നത്, സർഫേസ് ചാർജ് ഡെൻസിറ്റി 80 അല്ല ഉണ്ടായത്, 80 മൈക്രോ കൂളോം പെർ മീറ്റർ സ്ക്വയർ ആണ്. അതിനെ കൂളോം പെർ മീറ്റർ സ്ക്വയർ ആക്കാൻ 10⁻⁻6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. എസ് യൂണിറ്റിലില്ലാത്തവർ ഫസ്റ്റ് നമ്മൾ എസ് യൂണിറ്റിൽ ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കുക, ഗിവൺ ദാറ്റ് അടിക്കുക. അതിനുശേഷം നമുക്ക് ക്യൂ കണ്ടുപിടിക്കണം. എന്താണ് നമ്മളുടെ കോൺസെപ്റ്റ്, ഇതാണ് കോൺസെപ്റ്റ് കേട്ടോ. ഇത് നോട്ട് ചെയ്തപ്പോൾ ഇതിൻ്റെ ടോപ്പിക് റിവൈസ് ചെയ്യണം. പ്രോബ്ലം എല്ലാ ടോപ്പിക്കിൽ നിന്ന് പ്രോബ്ലംസ് ഓൾമോസ്റ്റ് നമ്മൾ ഇൻസൈഡ് എക്സസൈസിൽ വരുന്നുണ്ട്. നിങ്ങൾ കണ്ടതുമാണ്. ഓക്കെ, തൊട്ടുമ്പത്തെ വീഡിയോസ് കാണാൻ നിർബന്ധം ഇത് ഫോളോ അപ്പ് ചെയ്യാം. നിങ്ങൾക്ക് ഫുൾ മാർക്ക് വേണോ അത് ഫോളോ അപ്പ് ചെയ്ത്, A+ വേണോ ഫോളോ അപ്പ് ചെയ്തോ. പ്രോബ്ലംസിൽ നിന്നാണ് നിങ്ങൾക്ക് മാക്സിമം മാർക്കുകൾ നഷ്ടപ്പെടാം. ഓക്കെ, അപ്പോൾ നമുക്കറിയാം സിഗ്മേൻ്റെ ഇക്വേഷൻ ഒന്നാണ്, സിഗ്മ ഇസ് ഈക്വൽ ടു ക്യൂ ഡിവൈഡഡ് ബൈ എ ആണ്. സിഗ്മ ഈക്വൽ ടു ആരാണ്, ക്യൂ ബൈ എ. അങ്ങനെയാണെങ്കിൽ ഫ്രം ദിസ് ഇക്വേഷൻ വാട്ട് ഈസ് ക്യൂ ഈക്വൽ ടു ആരാണ്, സിഗ്മ ഇൻറ്റു എ അല്ലേ. ഓക്കെ, അങ്ങനെയാണ് സിഗ്മ ഇൻറ്റു എ. സ്ഫിയറിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർഫേസ് ഏരിയ 4πr² ആണ്. സോ ക്യൂ ഇസ് ഈക്വൽ ടു സിഗ്മ എത്രയാണ് ക്വസ്റ്റ്യനിൽ തന്നു, കഴിഞ്ഞത്രേ ഉള്ളൂ, 80 × 10⁻⁻6 ഇൻറ്റു 4πr². 4πr². പൈൻ്റെ വാല്യൂ എത്രയാണ്, 3.14 അല്ലെങ്കിൽ 22/7 ഇൻറ്റു r². ആർ എത്രയാണ്, 1.2 മീറ്റർ തന്നെയാണ്, സെൻറ്റിമീറ്റർ അല്ല. അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് എന്ത് ചെയ്താൽ മതി, 1.2² കഴിഞ്ഞു, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ കിട്ടും. അപ്പോൾ ഇതെന്താ വന്നത് മനസ്സിലായോ, ഇതാണ് സിഗ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എ എന്ന് പറഞ്ഞാൽ സ്ഫിയറിൻ്റെ ഏരിയ 4πr². ഡയമീറ്റർ തന്നത് മനസ്സിലാവും. ഒരു സ്ഥലത്ത് നമുക്ക് ഡയമീറ്ററിൻ്റെ ആവശ്യമില്ല, അപ്പോൾ തന്നെ റേഡിയസ് ആക്കിയിട്ടുണ്ടാവണം. ക്ലിയർ അല്ലേ. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്ന വാല്യൂ ഇതാണ്. നിങ്ങളൊന്ന് ചെക്ക് ചെയ്യട്ടോ. 1.44 ഇൻറ്റു 1.4, ഞാൻ 2 ഡിജിറ്റ് എടുത്തിട്ടുള്ളൂ, ഐ തിങ്ക് 1 ഡിജിറ്റ് കൂടെ അവിടെ വരുന്നുണ്ട്. 1.44 ഇൻറ്റു 10⁻³ കൂളോം എന്നാണ് എനിക്ക് ചെയ്തപ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇതാണ് നമ്മൾ എ ക്വസ്റ്റ്യൻ ആൻസർ. നിങ്ങൾ കറക്റ്റ് ഫോളോ അപ്പ് ചെയ്യാൻ വേണ്ടവർക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാവുന്നതാണ്. രണ്ടാമതിൽ ബി പാർട്ട് എന്താണ്, ഫ്ലക്സ് ആണ് കണ്ടുപിടിക്കുക, നെറ്റ് ഫ്ലക്സ് ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ∅ = ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചിട്ടുണ്ട്. എങ്ങനെയാണ് മക്കളെ ഫ്ലക്സിൻ്റെ ഇക്വേഷൻ, ഫ്ലക്സ് ∅ നെറ്റ് ഫ്ലക്സ് എന്ന് നമ്മൾ വിളിക്കാം. ∅ നെറ്റ് ഈസ് ഈക്വൽ ടു ആരാണ്, ക്യൂ ഡിവൈഡഡ് ബൈ എപ്സിലോൺ. ഇപ്പോൾ നമ്മൾ നെറ്റ് ഫ്ലക്സ് ആണ് കണ്ടുപിടിക്കുക കേട്ടോ. ∅ നെറ്റ് ഈസ് ഈക്വൽ ടു ആരാണ്, ക്യൂ ഡിവൈഡഡ് ബൈ ε0. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണല്ലേ. അപ്പോൾ ∅ ഈസ് ഈക്വൽ ടു ക്യൂ ഡിവൈഡഡ് ബൈ, ക്യൂവിൻ്റെ വാല്യൂ എത്രയാണ്, ഞാൻ തൊട്ട് മുമ്പ് കണ്ടുപിടിച്ച വാല്യൂ എത്രയായിരുന്നു, 1.44 ഇൻറ്റു, ഓക്കെ, ആഫ്റ്റർ ഡെസിമൽ 2 പോയിൻറ്റുകൾ നമ്മൾ എടുക്കാം കേട്ടോ. 1.44 ഇൻറ്റു 10⁻³ ഓൾ ഡിവൈഡഡ് ബൈ അത്രയായിരുന്നു എനിക്ക് എ പാർട്ട്. അത് എ പാർട്ട് നമ്മൾ ചാർജിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നത്. തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ബി പാർട്ടിന് ആൻസർ കിട്ടൂല എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഡിവൈഡ് ബൈ ε0ൻ്റെ വാല്യൂ എത്രയാണ്, 8.85 ഇൻറ്റു 10⁻12. ഇത് ചെയ്താൽ നമ്മൾ ആൻസർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് മനസ്സിലായല്ലോ. ക്യൂ നമ്മൾ എ പാർട്ട് കണ്ടുപിടിച്ച ആൻസർ ഡിവൈഡ് ബൈ ε0ൻ്റെ വാല്യൂ 8.85 ആണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതാണ് നമ്മൾ ടോപ്പിക്ക്. പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ബോർഡ് എക്സാം അവിടെ ഉണ്ട്, കോമ്പറ്റീറ്റീവ് എക്സാമിൻ്റെ ബേസ് അവിടെ ഓക്കെയാണ്, അല്ലെങ്കിൽ കുറച്ചും കൂടി ലെവൽ. ഇപ്പോൾ നോർമൽ വരുന്ന സമയത്ത് കീമിൻ്റെ കേസിലൊക്കെ NCERT കുറേ കാര്യങ്ങൾ വരാണ്ട് കുറച്ചൊരു ലെവൽ അങ്ങോട്ടോട്ട് മാറ്റം ഉണ്ടാവില്ല. പക്ഷേ കോൺസെപ്റ്റ് ഈ ഒരു ലെവലിൽ നിന്ന് തന്നെയാണ് വരാറുള്ളത്.
ഇത് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ചെയ്തപ്പോൾ കിട്ടിയ ആൻസർ ഇതാണ് കിട്ടിയിട്ട് നിങ്ങൾക്ക് ഇതാണ് കിട്ടുന്നത് ചെക്ക് ചെയ്യാം കേട്ടോ. 1.63 ഇൻറ്റു 10⁸8 പവർ ശ്രദ്ധിക്കണം. 10⁸8 ആണ്, നോട്ട് -8 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കൂളോം. ഇതാണ് എനിക്ക് ബി പാർട്ടിൽ ഞാൻ ചെയ്ത് വെച്ചപ്പോൾ എനിക്ക് കിട്ടിയ ഫൈനൽ ആൻസർ ഇതാണ്. ഓക്കെ, 1.63 ആ ഒരു റേഞ്ചിലുണ്ട്. 1.6 1.63 ആ ഒരു റേഞ്ചിലുണ്ട് കേട്ടോ. ഓക്കെ, ഇനി 1.6 ഇൻറ്റു 10⁸8 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കൂളോം എന്നാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ എക്സസൈസ് 1.21 നമ്മൾ എത്തിയിട്ടുണ്ട്. ഒരു 2 ക്വസ്റ്റ്യൻ കൂടിയേ നമുക്ക് ഫസ്റ്റ് ചാപ്റ്ററിൽ ഇൻസൈഡ് എക്സസൈസിൽ ബാക്കിയുള്ളൂ. അത് ചെയ്തിട്ട് നമുക്ക് സെക്കൻഡ് ചാപ്റ്ററിലേക്ക് പോകാം. അപ്പോൾ നിങ്ങൾ കറക്റ്റ് ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ലെവൽ സ്വാഭാവികമായിട്ട് റിപ്പീറ്റ് റിവിഷൻ ഇവിടെ നടന്നിട്ടുണ്ടാവും. അതുപോലെ നമ്മൾ ക്വാർട്ടർ എക്സാം, ഓൺ എക്സാമുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സോ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നമുക്ക് അനുസരിച്ച് വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യാം. ചാപ്റ്റർ വൈസ് ടോപ്പിക്സുകൾ ഇമ്പോർട്ടൻ്റ് ഒക്കെ വേണം നമുക്ക് ചെയ്യാം. നിങ്ങൾ സജഷൻസ് അറിയിച്ചാൽ മതി മക്കളെ. നിങ്ങളൊരു ടീമായിട്ടുണ്ടെങ്കിൽ ഷോളി നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ഞാൻ ചെയ്തു തരാം. ഓക്കെ, അപ്പോൾ ഇൻസൈഡ് എക്സസൈസ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്യാതെ കുറേ ടോപ്പിക്സുകൾ പഠിച്ച് എന്നെ പോയാൽ നിൽക്കരുത് എന്നുള്ളത് ഞാൻ വീണ്ടും ഉണർത്തുകയാണ്. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് എത്തിക്കുക. ഇത് വേണ്ട കുട്ടികളിലേക്ക് നിങ്ങൾ എത്തിക്കണം, അവരറിയാതെ പോകരുത്. നെക്സ്റ്റ് സെഷൻ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനായിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.